ഈ NH-66 കേസിൽ ഒറ്റക്കട്ട വീതിയിൽ ഇത്രയും ഹൈറ്റിൽ വാള് നിലനിൽക്കുമ്പോൾ പറഞ്ഞാണ്ട് ഒരു പോസ്റ്റ് കണ്ടു. വാള് നിലനിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഒരു റീസണ് റീൻഫോഴ്സ്മെന്റ് സോയിൽ വാള് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നല്ല ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നാഷണൽ ഹൈവേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ് വെറുതെ ബ്രിക്ക് വെച്ചുകൊണ്ട് വാള് ബിൽഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ല. ആദ്യം സോയിൽ അതിക്ക് കോമ്പാക്ട് ചെയ്ത് വൈബ്രേറ്ററി കോമ്പാക്ട് ഉപയോഗിച്ച് നല്ലോണം കോമ്പാക്ട് ചെയ്ത് പോളിമർ ജിയോഗ്രിഡ് യൂസ് ചെയ്തിട്ട് വീണ്ടും ഓരോ ലെയറിലും ഈ സ്റ്റേജ് വീണ്ടും കണ്ടിന്യൂസ് പ്രോസസ്സായി നടന്നിട്ടാണ് എന്ത് ചെയ്യണത് ഇത് ബിൽഡ് ചെയ്യണത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സോയിൽ കണ്ടന്റിന്റെ ഒരു പ്രശ്നമാണ്. അത് ഇവിടെ വേണ്ടിയിരുന്നത് ഈ ഒരു മെത്തേഡിൽ, അതായത് ബയോഡക്ട് ബ്രിഡ്ജ് പോലത്തെ എന്തെങ്കിലും സൊല്യൂഷനാണ് വേണ്ടിയിരുന്നത്. അത് കരുതി എല്ലായിടത്തും ഈ ഒരു ഒറ്റക്കട്ട ഇത്ര ഹൈറ്റിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാവും. അതങ്ങനെ ഒറ്റക്കട്ട അങ്ങനെ രണ്ട് സൈഡ് വെച്ചുകൊണ്ട് അങ്ങനെ ബിൽഡ് ചെയ്തതല്ല. ഇതിന് പിന്നിലൊരു പ്രോസസ്സ് ഉണ്ട്. അത് എല്ലാ കൺട്രീസിലും ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് സ്റ്റീൽ ഇതിൽ ഉപയോഗിക്കേണ്ട, അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് ബിൽഡ് ചെയ്യാൻ കഴിയും. റോഡ്സും എല്ലാം ഹൈവേസൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, വളരെ ഫാസ്റ്റായിട്ട് നല്ല സ്ട്രെങ്ത്തിൽ ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഈ മെത്തേഡ്.